ഇടുക്കി മറയൂർ കാന്തല്ലൂരിൽ കാട്ടാനകളുടെ ആക്രമണം ഈ പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ആനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു. സമയാസമയങ്ങളിൽ എത്തുന്നില്ല. വണ്ടികൾ അവർ വല്ലയിടത്തുമൊക്കെ വണ്ടി ഇട്ട് ഉറക്കമാണ്. അതായത് അവർ ഫോറസ്റ്റിൻ്റെ ഈ ഒരു ട്രൂപ്പിനെ ഇവിടെ വിന്യസിക്കും. കാന്തല്ലൂർ സ്ഥിരമായിട്ട് അവരുണ്ടാകും, രാത്രിയും പകലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊന്നും നടക്കുന്നില്ല. വിളിച്ച് 2-3 മണിക്കൂറുകൾ കഴിഞ്ഞാണ് വരുന്നത്. ആനയായിട്ട് ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ എങ്ങനെ ആനയായിട്ട് മല്ലിടും? വന്യമൃഗങ്ങൾ ഇവിടെ വരുന്ന ഒരു ഗസ്റ്റിന് ഒരു അപകടം ഉണ്ടായാലും, വണ്ടികൾക്ക് അപകടം ഉണ്ടായാലും ഇതിനെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ, ഇപ്പോഴും ആന ഈ ജനവാസ മേഖലയിൽ തുടരുകയാണോ? കഴിഞ്ഞ 2 ആഴ്ചയായി കാന്തല്ലൂർ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം അതിരൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വ്യാപകമായിട്ട് നാശനഷ്ടം ഈ കാട്ടാനകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രധാനമായും 2 കൊമ്പനാനകളാണ് ഈ പ്രദേശത്ത് സ്ഥിരമായി എത്തുന്നതെന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. വനം വകുപ്പിനെ അറിയിച്ചിട്ടും കാര്യമായ ഇടപെടൽ ഈ ആനകളെ തുരത്തുന്നതിന് വേണ്ടി അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. ഇന്ന് പുലർച്ചെയും ഈ ആന ജനവാസ മേഖലയിൽ എത്തിയിരുന്നു. ഇന്നലെ രാത്രിയിൽ ഇറങ്ങിയ കാട്ടാന പ്രതീഷ് എന്ന് പറയുന്ന ആളുടെ ഒരു റിസോർട്ടുണ്ട്. ആ റിസോർട്ടിന്റെ വേലിയും വേലി തകർത്തതിന് ശേഷം കാട്ടാനകൾ അകത്ത് പ്രവേശിച്ചു. അതിനകത്ത് വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രധാനമായും പറയുന്നത്. ആനകൾ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമായി നാട്ടുകാർ ആവർത്തിച്ച് പറയുകയാണ്. അടിയന്തരമായി വനംവകുപ്പിന്റെ ഇടപെടലാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഇതിനെ ഉൾവനത്തിലേക്ക് തുരത്തുക, ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുക. പലതവണ ആ ശ്രമം, ആ ദൗത്യം വനംവകുപ്പ് ഏറ്റെടുത്ത് നടത്തിയതാണ്, പക്ഷേ പരാജയപ്പെട്ടു പോവുകയായിരുന്നു. എന്തായാലും ഇപ്പോഴും ആനകൾ വലിയ ബുദ്ധിമുട്ട് ഈ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. സ്കെയിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.